താനൂർ ബോട്ട് അപകടത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ രക്ഷിതാക്കൾ ചികിത്സാ സഹായം നൽകുമെന്ന സർക്കാരിന്റെ വാക്കും പാഴ്വാക്കായി. പണം നൽകാൻ കഴിയില്ലെങ്കിൽ പ്രഖ്യാപനം പിൻവലിക്കണമെന്നാണ് സർക്കാരിനോട് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. താനൂർ ബോട്ടപകടത്തിൽ പൂരപ്പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ആരോ കൈപിടിച്ചുയർത്തിയതാണ് ആയിഷ മെഹ്റിനെയും ജർഷയെയും. എന്നാൽ ആ ദുരന്തം ഈ കുരുന്നുകളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. ദുരന്തത്തിന് ശേഷം ആയിഷ മെഹ്റിൻ സംസാരിച്ചിട്ടില്ല. ജർഷയ്ക്കാകട്ടെ നടക്കാനും കഴിയുന്നില്ല. അന്ന് വെള്ളത്തിൽ വീണതിന് ശേഷം ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ട് തലച്ചോറിൽ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്ന കാരണം കൊണ്ടാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പഴയ നിലമ ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അത് നടത്തമായാലും ശരി, സംസാരമായാലും ശരി, ചലനമായാലും ശരി, ഇതുവരെയും നമുക്ക് ആ പഴയ മകളായിട്ട് നമുക്ക് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകുമെന്ന സർക്കാരിന്റെ വാക്കും പാഴ്വാക്കായി മാറി. സഹായം തേടി ഇനി ഇവർ കയറിയിറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളുമില്ല. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ കുട്ടീനെ ചികിത്സയ്ക്കായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഹോസ്പിറ്റലിലേക്ക് പല ഡോക്ടർമാരുമായിട്ട് കുട്ടിയുടെ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു രൂപ പോലും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് അവർക്ക് ചികിത്സ സഹായമായിട്ട് ലഭിച്ചെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പറഞ്ഞതുകൊണ്ടാണ്, അവർ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് വീണ്ടും അവരുടെ വാതിലുകൾ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലാണ് ഈ കുരുന്നുകളുടെ തുടർ ചികിത്സയ്ക്കുള്ള പണം പോലും രക്ഷിതാക്കൾക്ക് ലഭിക്കാതിരുന്നത്. ആ ബോട്ട് ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ സർക്കാരിന്റെ പിന്തുണ വേണം. പറഞ്ഞ വാക്കെങ്കിലും സർക്കാർ പാലിക്കണമെന്നാണ് ഇവർക്കും പറയാനുള്ളത്. ജനം, മലപ്പുറം.